കർത്താവായ യഹോവേ, നിന്റെ നാമം സർവഭൂമിയിലും എത്ര ശ്രേഷ്ഠമായിരിക്കുന്നു എന്ന് നാം സങ്കീർത്തന പുസ്തകത്തിൽ വായിക്കുന്നു. ഏറ്റവും ശ്രേഷ്ഠമേറിയ നമ്മുടെ കർത്താവിന്റെ നാമത്തിന് ഇന്ന് രാത്രിയിലും വാഴ്വുകൾ ഉണ്ടാകുമാറാകട്ടെ. അനുഗ്രഹീതരായ ദൈവദാസന്മാർക്കും ദൈവജനത്തിനും ക്രിസ്തീയ വന്ദനങ്ങൾ അർപ്പിക്കുന്നു. ഈ മാസത്തിന്റെ ആദ്യത്തെ ദിവസം സന്തോഷത്തോടെ തിരുസന്നിധിയിൽ കർത്താവ് നമ്മെ കൂട്ടിവരുത്തിയല്ലോ. കർത്താവിന്റെ വരവ് താമസിച്ചാൽ ഈ മാസവും നമുക്ക് അനുഗ്രഹമാകട്ടെ. ഈ 2025 മൂന്നാമത്തെ മാസം ആദ്യ ദിവസം വർഷത്തിന്റെ ആദ്യ നിമിഷങ്ങളെ പോലെ തന്നെ നമുക്ക് ദൈവകരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ദൈവിക വഴികളിൽ ഓടുവാൻ, ക്രിസ്തുവിന്റെ വരവിനെ പ്രത്യാശയോടെ കാത്തിരിപ്പാനൊക്കെ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പോലെ നമ്മുടെ കർത്താവിന്റെ വരവിനെ ബന്ധപ്പെടുത്തുവാൻ, നാം ഇപ്പോൾ ആയിരിക്കുന്ന ലോകത്തിന്റെ നശ്വരത മനസ്സിലാക്കി നമുക്ക് ലഭിക്കുവാനിരിക്കുന്ന അനശ്വരമായ അവകാശത്തിന് വേണ്ടി അത്യാർത്തിയോടെ കഴിയുവാൻ ദൈവം നമ്മെ ഒരുക്കട്ടെ. സ്തോത്രം. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളത്തെ സഭായോഗങ്ങൾ പല സമയമേഖലകളിലായി, പല സ്ഥലങ്ങളിലായി അനുഗ്രഹിക്കപ്പെടട്ടെ. ആത്മീയ കൂട്ടായ്മകൾ നമുക്ക് ഒക്കെ അനുഗ്രഹവും നമ്മൾ മറ്റുള്ളവർക്ക് അനുഗ്രഹ കാരണവുമാകട്ടെ എന്നും ആഗ്രഹിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെയും നിങ്ങളെ പ്രാർത്ഥനയിൽ ഓർക്കുന്നുണ്ട് എന്ന് ഞാൻ അറിയുന്നു. നന്ദി അറിയിക്കട്ടെ. ദൈവം നമ്മെ സഹായിക്കട്ടെ. നമുക്ക് തിടുക്കത്തോടെ തിരുവെഴുത്തിന്റെ ചിന്തകളിലേക്ക് തിരിയാം. വെളിപ്പാട് പുസ്തകം 19 7, 8, 9 നമ്മുടെ ചിന്താ വിഷയം. കുഞ്ഞാടിന്റെ കാന്തയും തന്നെ താൻ ഒരുക്കിയിരിക്കുന്നു. എങ്ങനെ നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം? അതിൽ നമ്മുടെ കടമകൾ എന്തല്ല? അതാണ് നാം ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ 23 24 കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ചു. നിങ്ങൾ നമ്പർ ഇട്ടതനുസരിച്ച് മുമ്പിലും പുറകിലും ഒക്കെ ആയിരിക്കും. അത് സാരമില്ല. നമ്മൾ ഏറ്റവും ഒടുവിലായിട്ട് ചിന്തിച്ച 1-2 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം. ഏറ്റവും ഒടുവിൽ നമ്മൾ ചിന്തിച്ചത് Be devoted in prayer. Be devoted in prayer. നമ്മുടെ കർത്താവ് തന്നെ പറഞ്ഞ കാര്യമാണ്. ലൂക്കോസ് 21 അധ്യായത്തിന്റെ 36 വാക്യം. വരുവാനുള്ള മഹാപീഡനകാല സംഭവങ്ങളെ വിവരിച്ചിട്ട് കർത്താവ് പറഞ്ഞു, അവയിൽ നിന്നെല്ലാം നാം ഒഴിവുള്ളവരായിരിക്കണം. 2, മനുഷ്യപുത്രന്റെ മുമ്പിൽ നിൽക്കുവാൻ നമ്മൾ പ്രാപ്തരാകണം. അതിന് 2 കാര്യങ്ങൾ ചെയ്യണമെന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട്. 1, ഉണർന്ന് ജാഗരിച്ചിരിക്കണം. അത് നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞു. 2-മത്തേതാണ് പ്രാർത്ഥിക്കണം. സ്തോത്രം. പ്രാർത്ഥിക്കണം. അതിനുവേണ്ടിയായിരുന്നു ആദിമ ദൈവസഭ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നത്. That was devoting in prayer was one of the inevitable practices of the early church. ആദിമ ദൈവസഭയുടെ വളരെ പ്രധാനപ്പെട്ട ചെയ്തികളിൽ
അവർ ചെയ്തു വന്ന കാര്യങ്ങളിൽ ഒന്നായിരുന്നു അവർ പ്രാർത്ഥനയിൽ ഉറ്റിരുന്നു എന്നുള്ളത്. 4 കാര്യങ്ങളായിരുന്നല്ലോ ആദിമ ദൈവസഭ, ഏറ്റവും ആദ്യത്തെ സഭയുടെ 4 പരിചയങ്ങളാണ് ലൂക്കോസ് നമുക്ക് വെളിപ്പെടുത്തുന്നത്. അപ്പോസ്തല പ്രവൃത്തികൾ 2:42 നമുക്കറിയാം. സ്നാനപ്പെട്ടവർ 4 കാര്യങ്ങൾ ചെയ്തു പോന്നു. എന്തൊക്കെയാ? ഒന്ന്, they devoted themselves for the apostles' teaching. Second, അപ്പം നുറുക്കൽ, breaking of bread. And third, in fellowship, കൂട്ടായ്മ ആചരിക്കുവാൻ. 4, പ്രാർത്ഥന കഴിച്ചും പോന്നു, in prayer. So these 4 were the primary practices of the early church. Devoting themselves for the apostles' teaching, fellowship, breaking of bread, and prayer. അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടു, അവരതിന് തങ്ങളെ തന്നെ കൊടുത്തു പോന്നു. അത് ഇനി നമ്മൾ ആ ഭാഗം എടുക്കുന്നുണ്ട്. 2, കൂട്ടായ്മ ആചരിച്ചു, അപ്പം നുറുക്കി, പ്രാർത്ഥന കഴിച്ചു പോന്നു. പ്രാർത്ഥന ആദിമ ദൈവസഭയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആത്മീയ വ്യായാമമായിരുന്നു. സ്പിരിച്വൽ എക്സസൈസ്, സ്പിരിച്വൽ ഡിസിപ്ലിൻ. പ്രാർത്ഥന എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ്. സ്തോത്രം. നമ്മളൊക്കെ പ്രാർത്ഥനയെക്കുറിച്ച് വേണമെങ്കിൽ ഒത്തിരി പ്രസംഗിക്കും. നമുക്ക് പ്രാർത്ഥന ഒരു പ്രസംഗ വിഷയമാണ് പലപ്പോഴും. എന്നാൽ യഥാർത്ഥ ഭക്തന് അത് അവന്റെ ജീവനാഡിയാണ്. Prayer is not a theme for study or preaching, but that should become the breath of our lives. നമ്മുടെ ശ്വാസമായി, നാഡിയിടിപ്പായിട്ട് അത് മാറണം. സ്തോത്രം. ഞാൻ ഉൾപ്പെടെ നമുക്ക് പ്രാർത്ഥനയുടെ കുറവുണ്ട്. ഒരു റേഷൻ പ്രാർത്ഥനയൊക്കെ നമുക്കുണ്ട്, അത് പോരാ. ഒരു പൊത്തുവരുത്തത്തിന്റെ പ്രാർത്ഥന, കുടുംബ പ്രാർത്ഥന എന്ന പേരിൽ ചിലപ്പോൾ വൈകിട്ടും രാവിലെയും ഓരോന്ന് കാണും. ചിലരാണെങ്കിൽ ഉച്ചയ്ക്കും ഒന്ന് പ്രാർത്ഥിക്കും. ദാനിയേൽ പ്രാർത്ഥിച്ചതുപോലെ, അല്ലെങ്കിൽ ദാവീദ് പറയുന്നത് പോലെ 3 നേരം എന്നൊക്കെ. എന്നാൽ പ്രാർത്ഥന എന്ന് പറയുന്നതും സത്യത്തിൽ ഔപചാരികമായി നാം നടത്തേണ്ട ഒരു കർമ്മമല്ല. 2 തരം അവസ്ഥകളെ നമുക്ക് കാണാം. ചിലരാണെങ്കിൽ ഔപചാരികമായ പ്രാർത്ഥന, an official prayer. അതാണ് പറയുന്നത് വെരി ഓർഗനൈസ്ഡ് പ്രെയർ. നമ്മുടെ സാധാരണ ഭാഷയിൽ അങ്ങ് പറയാം, പായൊക്കെ ഇട്ട് ഒരു പ്രത്യേക സ്ഥലത്ത് പ്രത്യേക സമയത്ത് ഇരുന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. അത് വേണം, അതുണ്ട്. എന്നാൽ അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പൗലോസ് പറയുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുക. Pray without ceasing. 1 തെസ്സലോനിക്കർ 5-ാം അധ്യായത്തിലാണ് പറയുന്നത്. കർത്താവിന്റെ വരവുമായി ബന്ധപ്പെട്ടാണ് ആ കാര്യം പറയുന്നത്. സ്തോത്രം. ഇടവിടാതെ പ്രാർത്ഥിക്കുക. അതെങ്ങനെയാ പറ്റുന്നത്? പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിൽ
പകരുന്നതും ദൈവത്തോട് വ്യക്തിപരമായ സംഭാഷണം നടത്തുന്നതുമാണ്. അത് നാം എപ്പോഴും ചെയ്യണം. ദിവസം 3 നേരം പ്രാർത്ഥിക്കുമെങ്കിൽ ആ 3 നേരം മാത്രം ചെയ്യുന്ന ഒരു കർമ്മമായിട്ട് പ്രാർത്ഥനയെ നമ്മൾ കാണരുത്. ആ 3 നേരം ഒഴികെ ഇനിയും പോട്ടെ, ഓരോ മണിക്കൂർ വെച്ച് പ്രാർത്ഥിക്കുന്നു വെച്ചോളൂ, 3 മണിക്കൂർ അങ്ങ് പ്രാർത്ഥിക്കുന്നു വെച്ചു ഒരു ദിവസം. പക്ഷേ ബാക്കിയുള്ള 21 മണിക്കൂർ നാം എങ്ങനെ ചെലവഴിക്കുന്നു? ആ 3 മണിക്കൂറോ അല്ല, ഇനി പോട്ടെ 5 മണിക്കൂർ ഒരാൾ പ്രാർത്ഥിക്കുമെന്നിരിക്കട്ടെ. പക്ഷേ ബാക്കിയുള്ള ആ ഒരു 19 മണിക്കൂർ ദൈവിക ബോധത്തിലും ദൈവിക സംസർഗത്തിലുമാണോ നാം ചിലവഴിക്കുന്നത്? It doesn't matter how many times or how long we pray a day, but rather it is to be considered, it is to be taken seriously that even except those prayerful times, the rest of the times, the rest of the day, how do we relate ourselves with God? How do we communicate with Him? How do we commune with Him? How is our intimacy with Him? That is more important. നാം ഔപചാരികമായി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളെക്കാൾ പ്രാധാന്യമുള്ളത് ആ പ്രാർത്ഥനയ്ക്ക് ശേഷമുള്ള നീണ്ട മണിക്കൂറുകൾ ദൈവത്തോട് നാം എങ്ങനെ ബന്ധപ്പെടുന്നു, ദൈവത്തോട് നാം എങ്ങനെ സംസാരിക്കുന്നു, എന്ത് സംസാരിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങളാണ്. സ്തോത്രം. പ്രാർത്ഥനയിൽ ഉറ്റിരിക്കുക, ഇടവിടാതെ പ്രാർത്ഥിക്കുക, എപ്പോഴും പ്രാർത്ഥിക്കുക. സ്തോത്രം. അത് കർത്താവിന്റെ വരവിനായി നമ്മെ ഒരുക്കുന്നതാണ്. സത്യത്തിൽ പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളൊക്കെ ദൈവത്തോട് അറിയിക്കാനുള്ള ഒരു മാധ്യമം മാത്രമായി അതിനെ കാണരുത്. അത് പ്രാർത്ഥനയിലെ ഒരു ചെറിയ അംശം മാത്രമാണ്. പകരം പ്രാർത്ഥനയിൽ നമ്മൾ ദൈവവുമായിട്ട് അടുത്ത ബന്ധത്തിലേക്ക് വരിക. ആ ദൈവവുമായുള്ള അടുത്ത ബന്ധം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. സ്തോത്രം. നമ്മൾ പലപ്പോഴും കരുതുന്നത് പ്രാർത്ഥന നമ്മുടെ ആവശ്യങ്ങളെ ദൈവത്തോടൊക്കെ അറിയിച്ച് ദൈവത്തിൽ നിന്ന് ചിലതൊക്കെ പിടിച്ചു മേടിക്കാനുള്ള സംഗതിയാണെന്ന്. അതുകൊണ്ടാ പിടിച്ചു വെച്ച് പ്രാർത്ഥന എന്നൊക്കെ പറയുന്നത്. നമ്മുടെ കൊതിയും നമ്മുടെ മോഹങ്ങളും നമ്മുടെ അത്യാഗ്രഹങ്ങളും പിടിച്ചു വാങ്ങാനുള്ള മാധ്യമം അല്ല പ്രാർത്ഥന. ഉപവാസവും അതല്ല. പിന്നെ getting more intimate with God, and therefore that intimacy sincerely transforms our lives. Sometimes we ourselves may not be noticing that transformation, but that will happen. നമുക്ക് പോലും ചിലപ്പോൾ തിരിച്ചറിയാൻ കഴിയാത്തതുപോലെ കർത്താവുമായുള്ള ആ നമ്മുടെ അടുപ്പം നമ്മെ
രൂപാന്തരപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇതാണ് പ്രാർത്ഥന നമ്മെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുന്നു എന്നുള്ള സംഗതി. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. Unknowingly, prayer life will change us, transform us more and more like God's nature, Christ. കൂടുതൽ കൂടുതൽ നമ്മെ ക്രിസ്തുവിനോട് അനുരൂപപ്പെടുത്തിക്കൊണ്ടിരിക്കും ഈ പ്രാർത്ഥനാ ജീവിതം. സ്തോത്രം. എനിക്കതുകൊണ്ട് വേദപുസ്തകം അനുസരിച്ച് പ്രാർത്ഥിക്കുന്ന മനുഷ്യരെ ഒത്തിരി ഇഷ്ടമാണ്. എനിക്ക് അവരോട് ഒത്തിരി ബഹുമാനമുണ്ട്. പക്ഷേ ഒത്തിരി പ്രാർത്ഥിക്കുമെന്ന് പറയുമെങ്കിലും ജീവിതത്തിൽ ഒരു ശകലം പോലും ട്രാൻസ്ഫോർമേഷൻ, രൂപാന്തരം നടന്നിട്ടില്ലാത്തവരെ കാണുമ്പോൾ ഭയങ്കര വിഷമവുമാ, ചിലപ്പോഴൊക്കെ ദേഷ്യവും വരും. എന്തിനാ ഇവരിങ്ങനെ പ്രാർത്ഥിക്കുന്നത്? എന്താ ഇവരീ പ്രാർത്ഥിക്കുന്നത്? മനസ്സിലാവുന്നുണ്ടല്ലോ. സ്തോത്രം. അപ്പൊ പ്രാർത്ഥനാ ജീവിതം നമ്മെ കർത്താവിന്റെ വരവിനായിട്ട് ഒരുക്കുന്ന ഘടകമാണ്. അത് കർത്താവ് കൽപ്പനാരൂപത്തിൽ തന്നെ നമ്മോട് പറഞ്ഞിരിക്കും. സ്തോത്രം. ഇനിയും അതിൽ നിൽക്കാൻ സമയമില്ല. അടുത്തത് ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഇല്ലെന്ന് കരുതുന്നു. ലൂക്കോസ് 21 തന്നെ നമുക്ക് പോയി അടുത്ത കാര്യങ്ങളും കൂടെ നോക്കാം. 34 വാക്യാണ്. ഇതുവരെ നമ്മൾ വാക്യം ഒന്ന് വായിക്കാഞ്ഞത് കൊണ്ട് ആ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങളുടെ ഹൃദയം അതിഭക്ഷണത്താലും മദ്യപാനത്താലും ഉപജീവന ചിന്തകളാലും ഭാരപ്പെട്ടിട്ട് ആ ദിവസം നിങ്ങൾക്ക് പെട്ടെന്ന് കെണി പോലെ വരാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ. നാം ചെയ്യാൻ പാടില്ലാത്ത 3 കാര്യങ്ങൾ. അതും ഇന്നലെ പറഞ്ഞതുപോലെ വേണമെങ്കിൽ ഒന്നിച്ചെഴുതാം, ഇല്ല വേറെ വേറെ ആയിട്ട് വേണമെങ്കിൽ എഴുതാം, നിങ്ങളുടെ സൗകര്യം. സമയലാഭത്തിന് ഞാൻ ഒരുമിച്ച് അങ്ങ് പറയുന്നു. We should abstain from carousing, dissipation. നാം അതിഭക്ഷണ ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. Take heed to yourselves and be on your guard, lest your hearts be overburdened and depressed or weighed down with the giddiness and headache and nausea of self-indulgence. അതിഭക്ഷണം എന്നുള്ളതിന് ആംപ്ലിഫൈഡ് വേർഷൻ ബൈബിൾ കൊടുത്തിരിക്കുന്ന വിവരണമാണ് ഞാൻ ഈ വായിച്ചത്. giddiness and headache and nausea of self-indulgence. രണ്ടാമത്തേതാണ് abstain from drunkenness. Third, abstain from worldly worries and cares pertaining to the business of this life. ഒന്നാമത്തേത് അതിഭക്ഷണം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കുന്നതിനെ കുറിച്ചല്ല, പകരം ആഡംബര ആഘോഷ ജീവിതത്തെക്കുറിച്ചാണ്. പാർട്ടിയിങ്, വയറ് നിറച്ച ആഹാരം കഴിക്കരുതെന്നോ
നല്ല ഭക്ഷണം കഴിക്കരുതെന്നോ ഒന്നുമല്ല ഈ ഉപദേശം. ആകാം. പക്ഷേ നമ്മുടെ സാധാരണ ഭാഷയിൽ പറഞ്ഞാൽ ജീവിക്കാൻ വേണ്ടി തിന്നുന്നവരുമുണ്ട്, തിന്നാൻ വേണ്ടി ജീവിക്കുന്നവരുമുണ്ട്. ആ തിന്നാൻ വേണ്ടി ജീവിക്കുക എന്ന അവസ്ഥ വരുമ്പോഴാണ് അത് പാപമായി മാറുന്നത്. ഒരുതരം ആഘോഷം, അനാവശ്യമായി ഭക്ഷണം കഴിക്കുക. ഭക്ഷണത്തിന്റെ വിഷയം മാത്രമല്ല, എല്ലാ തരത്തിലുമുള്ള ഒരാഘോഷം, അത് തലയ്ക്ക് പിടിച്ചിരിക്കുക, അത് വേണം. എന്തൊരു സംഗതി വന്നാലും ഒരാഘോഷം. സഭയ്ക്കകത്തും ഇന്ന് അങ്ങനെ ഉണ്ടല്ലോ. എന്തു വന്നാലും. ചിലരാണെങ്കിൽ ആരുടെ ജന്മദിനം ഉണ്ടെന്ന് നോക്കി നടക്കുക. പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനൊന്നും അല്ല. പാർട്ടി 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 എന്ത് പറഞ്ഞാലും ചിലരുണ്ടല്ലോ പാർട്ടി. എപ്പോഴും അവരങ്ങനത്തെ ഒരു സെലിബ്രേഷൻ മൂഡിലാണ്. ചിലർ കടം വാങ്ങിയും അത് ചെയ്യും. അത് പാടില്ല. അപ്പം ചിലർക്ക് അതിലങ്ങ് ശ്രദ്ധയാകുന്നു. നമ്മൾ പണ്ട് ഇസ്രയേലിന്റെ പാപത്തെക്കുറിച്ച് വായിച്ചിട്ടുണ്ട്, തീൻപുളപ്പിനെ കുറിച്ച്. അതൊക്കെ നമ്മൾ പഠിച്ചതായതുകൊണ്ട് അതിലേക്കൊന്നും പോകുന്നില്ല. ഈ വാക്യങ്ങൾ നമ്മൾ നേരത്തെ ചിന്തിച്ചിട്ടുള്ളതാണ്. അപ്പൊ കർത്താവിന്റെ വരവിനായിട്ട് ഒരുങ്ങുന്നതിന്റെ ഭാഗമായി നമ്മൾ ലളിത ജീവിതം നയിക്കുമെന്നർത്ഥം. സിമ്പിൾ ലൈഫ്. ഭക്ഷണത്തിലും വസ്ത്രധാരണത്തിലും വീടിന്റെ വണ്ടിയുടെ ഒക്കെ വിഷയങ്ങളിലും നമ്മൾ മിതത്വം പാലിക്കുക, സാധാരണത്വം പാലിക്കുക, ലാളിത്യമുള്ളവരായിരിക്കുക. ലളിത ജീവിതം ക്രിസ്തീയ ജീവിതത്തിന്റെ ഒരു പ്രത്യേക ഭാഗമാണ്. ലളിത ജീവിതത്തിന്റെ സ്തോത്രം. ഒന്നും ഇല്ലാഞ്ഞിട്ടല്ല, നമുക്കത് മതി. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളത് പോലെ നമുക്ക് കൂടുതലായി ദൈവം നൽകിയിട്ടുള്ളത് ഇങ്ങനെ നമുക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാൻ വേണ്ടി അല്ല. അതിന് മറ്റു പല ലക്ഷ്യങ്ങളുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ, ആവർത്തിക്കുന്നില്ല. ഇതാണ് അതിഭക്ഷണം, ക്രൗസിങ്. മുമ്പും പറഞ്ഞിട്ടുള്ള ഒരു നിർവചനം കൂടെ പറഞ്ഞ് ഞാൻ ആ ഭാഗം വിടാം. possessing and using of necessary things in unnecessary way. Possession and usage of necessary things in an unnecessary way, or in excess than required. നമുക്ക് ആവശ്യമുള്ള ലെജിറ്റിമേറ്റ് ആയ സംഗതികൾ, yes, that is indulgence. Rather,
self-indulgence, possessing and using of legitimate things in an illegitimate way or illegitimate manner. ന്യായമായ സംഗതികൾ തന്നിൽ തന്നെ പാപമല്ലാത്ത അശുദ്ധമല്ലാത്ത സംഗതികൾ, ആവശ്യമുള്ള കാര്യങ്ങൾ ആവശ്യത്തിൽ അധികമായി കയ്യിൽ വെക്കുക, ഉപയോഗിക്കുക, അതിൽ രസിക്കുക എന്നെല്ലാമാണ് ഈ അതിഭക്ഷണം എന്നതിൻ്റെ അർത്ഥം. അതിഭക്ഷണം എന്നതിൻ്റെ അർത്ഥം. നമ്മുടെയൊക്കെ ഭക്ഷണ രീതികളിലും സാധാരണ ഭക്ഷണ രീതികളിൽ പോലും മാറ്റങ്ങൾ വേണമെന്ന് ചിന്തിക്കുന്നയാളാണ് ഞാൻ. ഞാൻ ശുശ്രൂഷിച്ച ചില സഭകളിൽ ചില വ്യക്തികൾ ഉണ്ടായിരുന്നു, 12ഉം 16ഉം കൂട്ടം കറികൾ ഉണ്ടാക്കി തരുന്നവര്. എന്നിട്ടും പറയും, അയ്യോ പാസ്റ്ററെ, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കേട്ടോ. ഞാൻ ചിലടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി ചെയ്തതുപോലെ ചെയ്തിട്ട് പോണം. കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ നിങ്ങള്. ഉണ്ണാൻ വിളിച്ചു, ഉപദേശി കയ്യും കഴുകിയിട്ട് ചെന്ന് ഊണുമേശയിൽ ഇരുന്നപ്പം നമ്മുടെ പതിവ് ശൈലി അവിടുത്തെ അമ്മാമ്മ പറഞ്ഞു, അയ്യോ ഉപദേശി ക്ഷമിക്കണേ, ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല കറി കേട്ടോ. അദ്ദേഹം അനങ്ങിയില്ലെന്നാ പറയുന്നേ. ഭക്ഷണത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. എന്നിട്ട് ചോദിച്ചു, മുളക് പൊടി ഇരിപ്പുണ്ടോ, ഉപ്പുണ്ടോ, ഇച്ചിരി പച്ച വെളിച്ചെണ്ണ കാണുമായിരിക്കുമല്ലോ, അല്പം തരണേ. ഉപദേശിക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും എന്ന് വിചാരിച്ച് വീട്ടുകാർ കൊണ്ടു കൊടുത്തു. അദ്ദേഹം ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കി ഒരു ചമ്മന്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് ആ ചമ്മന്തി മാത്രം കൂട്ടി വയറ് നിറച്ച ചോറുണ്ടെന്നാ പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇതെടുക്കൂ ദേശി, ഇതെടുക്കൂ ദേശി എന്നൊക്കെ അമ്മച്ചി നിന്നുകൊണ്ട് പറയുന്നുണ്ട്. അനങ്ങിയില്ല, അദ്ദേഹം കുനിഞ്ഞിരുന്ന് കഴിച്ചു. അവസാനമാ ചോദിച്ചു, അയ്യോ ഉപദേശി കറിയൊന്നും എടുത്തില്ലല്ലോ. അയ്യോ അമ്മമ്മയല്ലേ പറഞ്ഞ കറിയൊന്നും ഇല്ലെന്ന്, ഞാൻ അതുകൊണ്ടല്ലേ മുളക് ചമ്മന്തി കൂട്ടിയത്. ഞാൻ ഒരു സ്ഥലത്ത് ഇതുപോലെ ആയപ്പോൾ പറഞ്ഞു, ഇനി എന്തെങ്കിലും എന്നെ വിളിച്ചാൽ ഇത്രയും കറികൾ ഉണ്ടാക്കരുത്, അങ്ങേയറ്റം പോയാൽ ഞാൻ പറഞ്ഞു 3 എണ്ണം. ഒഴിച്ചു കറി വേണമെങ്കിൽ ഒന്ന് വെച്ചോളൂ, പിന്നെ നോൺ വെജ് വല്ലതും വേണമെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ഐറ്റം വെച്ചു, പിന്നെ മലയാളികളല്ലേ തോരനോ മെഴുക്കുരട്ടി അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഐറ്റം വേണമെന്ന് വെച്ചാൽ അങ്ങനെ ഒന്ന്. ഈ 2 3 ഐറ്റത്തിന്റെ ആവശ്യമേ ഉള്ളൂ. ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ സാധാരണയായി ഈവൻ വലിയ വീടുകളിൽ പോലും പലരും ദാൽ ചാവൽ എന്നാ പറയുന്നത്, ചോറും പരിപ്പ് കറിയും മാത്രം, അത് മാത്രമേ ഉള്ളൂ. അതായത് ഒരു കറി, ഇവൻ ഇറച്ചിയൊക്കെ കൂട്ടുന്നവരാണെങ്കിൽ അല്പം സാമ്പാർ പോലെ ഇറങ്ങി വെക്കും, അതിന്റെ ചാറൊഴിക്കും, അത് മാത്രം മതി അവർക്ക്. ചുരുക്കം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ 1 2 ഒക്കെ വേറെ കറികളോ ഒക്കെ കൂട്ടുന്നവര്. അപ്പൊ ഈ ആർഭാടം ഭക്ഷണ വിഷയങ്ങളിലും പാർപ്പിട വിഷയത്തിലും വസ്ത്രധാരണ വിഷയത്തിലും ഒന്നിലും അരുതെന്ന് അർത്ഥം. ഇതെല്ലാം ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിലും ആവശ്യത്തിലധികം നാം അത് കൈവശം വെക്കുന്നതോ ഉപയോഗിക്കുന്നതോ ഒക്കെ പാപമായിട്ടാണ് കാണുന്നത്. അതാണ് അതിഭക്ഷണം. അതിലേക്ക് മനസ്സ് പിന്നങ്ങ് ചായുകയാ.
ആ ഒരു ലക്ഷ്യത്തിന് വേണ്ടി അങ്ങ് പോകും. നമ്മുടെയൊക്കെ ഭാഷകളിൽ പറഞ്ഞാൽ മീറ്റിങ്ങിനേക്കാൾ ഈറ്റിങ്ങിന് പ്രാധാന്യം കൊടുക്കുന്നു. അതാണ് അതിഭക്ഷണം. രണ്ടാമത്തേത് മദ്യപാനം, ഡ്രങ്കൺനെസ്. That means possession and use of illegitimate things. First one, legitimate things but in an illegitimate measure. But second one, they are possession, usage, indulgence in illegitimate things. പാടില്ലാത്ത കാര്യങ്ങൾ പ്രാപിക്കുക, കൈവശം വെക്കുക, ഉപയോഗിക്കുക, പാടില്ലാത്ത കാര്യങ്ങളുടെ ഉപയോഗവും അവകാശപ്പെടുത്തലും ഒക്കെയാണ് ഡ്രങ്കൺനെസ്. അത് ഒരുതരം ആസ്വാദനമാണ്, ഒരു സുഖത്തിന് വേണ്ടിയാ, ഒരു ആഘോഷത്തിമിർപ്പിന് വേണ്ടിയാണ് ആൾക്കാർ ചെയ്യുന്നത്. പെന്തക്കോസ്തുകാർക്കിടയിലും ഇന്ന് മദ്യപന്മാരുടെ എണ്ണം വർദ്ധിക്കുന്നു എന്നുള്ളത് ആശങ്കാജനകമാണ്. അതിനൊന്നും നാം വലിയ വില കൽപ്പിക്കുന്നില്ല എന്നുള്ളത് ദുഃഖത്തോടെ, ഭയത്തോടെ ഞാൻ ഓർക്കുന്നു. പല സഭകളിലെ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തികൾ പോലും മദ്യം ആസ്വദിക്കുന്നവരാണ്. ചില സഭകളിലെ കമ്മിറ്റിക്കാരും കൊയറുകാരും ഒക്കെ ശനിയാഴ്ച രാത്രിയിൽ പോലും പാട്ട് പ്രാക്ടീസിനൊക്കെ വന്നിട്ട് പാട്ടൊക്കെ കഴിഞ്ഞ് മദ്യപിച്ച്, ചിലരാണെങ്കിൽ കൂടുന്നിടത്ത് തന്നെ കിടന്നുറങ്ങും. എന്നിട്ട് രാവിലെ എന്നിട്ട് ആത്മാവിനെ ഇറക്കുന്നത് വരെ. എനിക്ക് നേരിട്ടറിയാവുന്ന കാര്യമാണ് ഞാൻ പറയുന്നത്. അവരുടെ ഇടയിൽ തന്നെ, അവരുടെ പേര് പറയാതെ ഞാൻ ഈ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ മറ്റെവിടെയെങ്കിലും കണ്ടിട്ട് ഇവിടെ വന്ന് പറയുകയല്ല, അവരുടെ ഇടയിൽ തന്നെ ഞാൻ അക്കാര്യം പറഞ്ഞു, ഇതിനേക്കാൾ കാർക്കശ്യത്തോടെ. മദ്യപാനം അക്ഷരാർത്ഥത്തിൽ തന്നെ മദ്യപാനം ഇന്ന് പലരുടെ ഇടയിലുമുണ്ട്. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും. അതിനവർ പല വാക്യങ്ങളും പറയുന്നുണ്ടല്ലോ. ഉണ്ട്. കാരണം ഇവർക്ക് എല്ലാവർക്കും വാക്യങ്ങളുണ്ടല്ലോ. ഈവൻ ചില ശുശ്രൂഷകർ പോലും ഈ കൂട്ടത്തിലുണ്ടെന്നാണ് എൻ്റെ അറിവ്. അങ്ങനെ ചെയ്തിട്ടുള്ള 2-3 ഉപദേശിമാരെ എനിക്കറിയാം. എനിക്ക് അറിയാവുന്ന അതിൽ എനിക്ക് ഒന്ന് ഇന്ന് 1-2 പേരോ മറ്റോ, എനിക്കറിയാവുന്ന 3 പേരിൽ 2 പേരോ മറ്റോ ഇന്ന് ജീവനോടുള്ളവരാ. ഇപ്പോഴും അവർ ചെയ്യുന്നുണ്ടോന്ന് എനിക്കറിയില്ല, ചെയ്തിട്ടുള്ളത് എനിക്കറിയാം. അങ്ങനെയുള്ളവർക്ക് ദൈവരാജ്യം അവകാശമാക്കാൻ കഴിയില്ല. കുഞ്ഞാടിന്റെ കാന്ത അവിശുദ്ധമായ എല്ലാറ്റിൽ നിന്നും ഒഴിഞ്ഞിരിക്കണം. അത് മദ്യപാനമാകാം, വെറിക്കൂത്തുകളാകാം, അശ്ലീല സംഗതികളാകാം, പോണോഗ്രാഫി,
സിനിമാ സംബന്ധമായ, കോമഡി സംബന്ധമായ കളികളും അങ്ങനെയൊക്കെയുള്ള സംഗതികൾ. ഇങ്ങനെയെല്ലാമുള്ള കാര്യങ്ങൾ ഈ ഡ്രങ്കൺനെസ്, മദ്യപാനം എന്നതിനകത്ത് വരും. മദ്യം കുടിക്കുന്നത് മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും ആത്മാവിനെയും മലീമസമാക്കുന്ന വിലക്കപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നത്. വിലക്കപ്പെട്ട കാര്യങ്ങൾ, വിലക്കപ്പെട്ടെന്ന് പറഞ്ഞാൽ ബൈബിൾ വിലക്കുന്ന, ദൈവം വിലക്കുന്ന, ബൈബിൾ വിലക്കുന്ന, പ്രൊഹിബിറ്റഡ്, വിലക്കുന്ന കാര്യങ്ങളുടെ ആവാഹനം, ഉപയോഗം, അതിനോടുള്ള ആസക്തി, ആഗ്രഹം ഒക്കെ ഈ മദ്യപാനത്തിനകത്ത് വരുന്നതാണ്. അവിശുദ്ധമായ വരുമാനം അതിനകത്ത് വരും. അൺഹോളി ഏർണിംഗ്, അൺഹോളി റിലേഷൻഷിപ്സ്, അൺഹോളി എന്റർടൈൻമെന്റ്സ്, അൺഹോളി ഹാബിറ്റ്സ്, അശുദ്ധമായ ശീലങ്ങൾ, അശുദ്ധമായ വിനോദങ്ങൾ, അശുദ്ധമായ വരുമാനം, അശുദ്ധമായ സ്പെൻഡിങ്, അശുദ്ധമായ ചിലവീടിയലുകൾ, ഇതെല്ലാം ഈ മദ്യപാനം എന്ന ഒറ്റ വാക്കിനകത്ത് ഉൾക്കൊള്ളുന്ന കാര്യങ്ങളാണ്. ഇവയിൽ നിന്നെല്ലാം ക്രിസ്തുവിന്റെ കാന്ത ഒഴിഞ്ഞിരിക്കണം. വേറെ ആരെങ്കിലും ഒഴിഞ്ഞാലും ഇല്ലെങ്കിലും നാം അതിൽ നിന്നൊക്കെ ഒഴിഞ്ഞിരിക്കണം. സ്തോത്രം. ഈ വിനോദയാത്രകളും ഒക്കെ നമ്മുടെ സഭകളിലും ഇന്ന് കൂടി വരുന്നൊരു കാലമാണല്ലോ. അതിനൊക്കെ കൂടെ പോകുമ്പോഴാണ് പലപ്പോഴും ഇതുപോലെയുള്ള സംഗതികളിൽ ഏർപ്പെടാറുള്ളത്. സ്തോത്രം. മൂന്നാമത്തേത് പറയുന്നത്, ഈ ജീവിതത്തിന്റെ ചിന്തകൾ നമ്മൾ മത്തായി 7-ാം അധ്യായം പഠിച്ചപ്പോൾ, 6-ാം അധ്യായം പഠിച്ചപ്പോൾ മനസ്സിലാക്കിയ ആകുല ചിന്തകൾ, ആങ്സൈറ്റീസ്, cares of this life, things pertaining to this life, worldly worries and cares pertaining to the business of this life. ഈ ലോക ജീവിതവുമായി ബന്ധപ്പെട്ട ഭാരങ്ങൾ, ആകുലതകൾ. സ്തോത്രം. പ്രൊഹിബിറ്റഡ് ഫിയേഴ്സ്, വിലക്കപ്പെട്ട ഭയങ്ങൾ. സ്തോത്രം. ഞങ്ങളുടെ ചെറിയ കൂട്ടായ്മയിൽ ഞായറാഴ്ചകളിൽ ഈ വർഷം 2025 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണിത്. പ്രൊഹിബിറ്റഡ് ഫിയേഴ്സ് ആൻഡ് പെർമിറ്റഡ് ഫിയേഴ്സ്. അതിൽ വിലക്കപ്പെട്ട ഭയങ്ങൾ നമുക്കുണ്ടാകരുത്. അതിലൊന്നാണിത്, നാളെയെക്കുറിച്ചുള്ള, നമ്മുടെ ഭൗമ ജീവിതത്തെക്കുറിച്ചുള്ള, ഭാവിയെക്കുറിച്ചൊക്കെയുള്ള ആകുലതകൾ. നമ്മളൊക്കെ പറയുന്നത് പോലെ മുകളിൽ നോക്കി ആകാശം, താഴെ നോക്കിയ ഭൂമി അത്രേ കാണുന്നുള്ളെങ്കിലും ആകുലപ്പെടേണ്ട. സ്തോത്രം. അത് നമുക്കൊരു കെണിയാകും. ഈ 3 കാര്യങ്ങളും നമുക്കത് കെണിയാകും. That will serve, all these 3 things will serve like a snare, a
ട്രാപ്പ്. ഇത് മൂന്നും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഇവ നമുക്ക് കർത്താവിന്റെ വരവിൽ എന്താകുമെന്നാ പറഞ്ഞിരിക്കുന്നത്? പെട്ടെന്ന് നമ്മുടെ കഴുത്തിനെ കുടുക്കുന്ന കെണിയായിട്ട് മാറുമെന്ന്. അപ്പൊ കർത്താവിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കുമ്പോൾ ഈ 3 കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞിരിക്കണം. അതിഭക്ഷണം, മദ്യപാനം, ഉപജീവന ചിന്തകൾ. സ്തോത്രം. ദൈവമല്ലേ നമ്മെ കരുതുന്നത്? നമ്മൾ പാട്ടൊക്കെ പാടും, കരുതുന്നവൻ ഞാനല്ലയോ, നടത്തിടുന്നു ദൈവമെന്നെ നടത്തിടുന്നു, ഭാരമില്ലാത്തിലും ഭീതിയില്ല, ഭാവിയെല്ലാം അവൻ കരുതിക്കൊള്ളും. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകളിലും പാട്ടുകളിലുമൊക്കെ നമ്മൾ ഒത്തിരി കള്ളമാണ് പറയുന്നതും പാടുന്നതും. സ്തോത്രം. പ്രാർത്ഥിക്കുമ്പോൾ പോലും ദൈവത്തെ എന്തൊരു പുകഴ്ത്തല. സ്തോത്രം. നീ സർവശക്തനാണ്. വേണമെങ്കിൽ ഹീബ്രു പേരൊക്കെ പറഞ്ഞേളെ. എൽ ഷഡായി എന്ന് എല്ലും യഹോവയും ചേർത്തുള്ള ദൈവത്തിന്റെ കോമ്പൗണ്ട് നെയിംസ് ഒക്കെ, ദൈവത്തിന്റെ നാമങ്ങളും ഉപനാമങ്ങളും ഒക്കെ പറഞ്ഞ് ദൈവത്തെ അങ്ങ്, പിന്നെ ദൈവം ആയതുകൊണ്ട് നമ്മൾ ഈ പറയുന്നത് എൻ്റെ മനസ്സൊക്കെ അറിയാം, അതുകൊണ്ട് തമ്പുരാൻ അത് കണക്കിടത്തില്ല. പക്ഷേ നമ്മുടെ പ്രാർത്ഥനകൾ പോലും പലപ്പോഴും വ്യാജമാണ്. അങ്ങനെയാകരുത്. കുഞ്ഞാടിന്റെ കല്യാണത്തിന് വേണ്ടി നാം നമ്മെ തന്നെ ഒരുക്കുന്നതിന്റെ ഭാഗമായി ഈ 3 കാര്യങ്ങൾ നമ്മിൽ ഉണ്ടാകരുത്. ഉണ്ടായാൽ കർത്താവിന്റെ വരവ് നമുക്ക് പെട്ടെന്ന് കെണി പോലെ വന്ന് ഭവിക്കും. സ്തോത്രം. മുമ്പോട്ട് പോകാമല്ലോ. എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? പഴയ ലിപിയിൽ കെണിക്ക് പകരം കണിയെന്ന് എഴുതിയേക്കുന്നു. അത് മലയാളത്തിലെ അക്ഷരപ്പശക. നമ്മളും എല്ലാവരും പൊതുവെ പറയുന്നത് അക്ഷരത്തെറ്റാ. അക്ഷരത്തെറ്റാത്. കെണി എന്നതാണ് ശരി. പുതിയ ലിപി കെണി എന്ന് എഴുതിയേക്കുന്നു. അതാ ശരി. അതുപോലെ കൊലയുണ്ട്, കുലയ്ക്ക് അതിന് കുലയെന്ന് എഴുതി. അതെ, കൊല ചെയ്യരുതെന്നുള്ളതിന് കുല ചെയ്യരുതെന്നായിരുന്നു. കുല ചെയ്യരുതെന്ന്. അതുപോലെ ചുമപ്പ്, ചുവപ്പ് എന്നൊക്കെയാ. ശരിയായിട്ടുള്ളത് ചെമപ്പ് എന്നാണ്, റെഡിനുള്ളത്. ചുവന്ന കുതിര എന്നാണ് നമ്മള് വെളിപ്പാട് പുസ്തകത്തിൽ വായിച്ചത്. ചെമന്ന എന്നാണ് ശരിയായ മലയാളം. വേറെ ഡൗട്ട് ഉണ്ട് ഫസ്റ്റ്. ഇഫ് യു ആർ വർക്കിംഗ് ഇൻ ഓഫീസ് ആൻഡ് ഗോയിങ് ഫോർ എ പാർട്ടി, അതർ പീപ്പിൾ ആർ ഈ പറഞ്ഞ കണക്കൊക്കെ നടക്കുന്നുണ്ട്. നമ്മൾ ബി പാർട്ട് ഓഫ് ദ പാർട്ടി, ഈസ് ഇറ്റ് റോങ്? പാർട്ട് ഓഫ് ദ പാർട്ടി എന്ന് പറഞ്ഞാൽ അവരുടെ കൂടെ ഒരു സിപ്പ് എടുക്കുന്ന കാര്യമാണോ? സിബ് എടുത്തിട്ടില്ല, ജസ്റ്റ് ജോയിൻ വിത്ത് ദം. ഹൗ ജോയിനിങ് വിത്ത് ദം? ഇൻ വാട്ട് മാനർ? മദ്യപാനം അങ്ങനെയുള്ളതൊന്നും ടച്ച് ചെയ്തിട്ടില്ല. ജസ്റ്റ് be sitting with them and eating and that's not part with this. അത് ഇപ്പം ഇവനിപ്പോ ഒരു ചർച്ചിൽ നിന്നായാലും നമ്മൾ ഒരുമിച്ചൊരിടത്ത് പോകുന്നു, അല്ലെങ്കിൽ നമ്മുടെ ബൗണ്ടറി നമ്മൾ മനസ്സിലാക്കണം.
പാപത്തിനുള്ള വഴികളാണെങ്കിൽ അതിൽ നിന്നും നമ്മൾ ഒഴിഞ്ഞിരിക്കുക. പോകാതിരിക്കാൻ പോലും നമുക്ക് പറ്റുമല്ലോ. അഥവാ പോകേണ്ടി വരുന്നെങ്കിൽ നമ്മുടെ പരിധിയെക്കുറിച്ച് അവർക്ക് മനസ്സിലാകണം. നമ്മൾ ഏതറ്റം വരെ ചെല്ലുമെന്നുള്ളത്. അതിനപ്പുറത്തേക്ക് നമ്മൾ പോകില്ല എന്ന് ഉറപ്പാക്കണം. ഇപ്പം ഒരു ഓഫീസിൽ നിന്ന് വർക്ക് ചെയ്യുന്നിടത്ത് നിന്ന് ഒരിടത്ത് പോവുകയാണ്, ഓക്കെ. പക്ഷെ അതിനകത്ത് അരുതാത്ത കാര്യങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ നമുക്ക് നിൽക്കേണ്ടി വരുമെന്നുണ്ടെങ്കിൽ ഒഴിഞ്ഞിരിക്കുക. Okay, interesting. Yes, sir. കാരണം നമ്മൾ പലതിലും ഏർപ്പെടുമ്പോഴാണ് അടുത്ത ഒരു പടി കൂടെ, അടുത്ത പടി കൂടെ എന്ന നിലയിലേക്ക് വരുന്നത്. ദാനിയേലും കൂട്ടരും നമുക്കതിന് നല്ല ഉദാഹരണമാണ്. അങ്ങനെ ഒരു സാധ്യത മുൻപിൽ കണ്ടുകൊണ്ട് തന്നെ അവർ ഹൃദയത്തിൽ തീരുമാനിച്ചു. അതിൽ അവർ നിലനിന്നു. They determined in their hearts. They will not let the food and drink defile them. അങ്ങനെ വേണം നാം നിൽക്കാൻ. ചിലപ്പോൾ നമുക്കത് അത്ര ഈസി ആയിരിക്കത്തില്ല. Okay, thank you, Pastor. മറ്റൊന്നുമില്ലെങ്കിൽ നമുക്ക് അടുത്തതിലേക്ക് പോകാം. അപ്പൊ നിങ്ങളെ ഇട്ട നമ്പറിനനുസരിച്ച് ബാക്കി കാര്യങ്ങൾ ചെയ്തു കൊള്ളുക. അടുത്തതാണ് മേക്ക് ഷുവർ ഓഫ് അവർ കോളിംഗ് ആൻഡ് ഇലക്ഷൻ. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. സെക്കൻഡ് പീറ്റർ 1:10-11, 2 പത്രോസ് 1:10-11 വാക്യങ്ങളാണ്. പത്രോസ് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വന്നിട്ട് പറയുന്നു, സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കും. സ്തോത്രം. അപ്പോൾ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി എന്ന് പറഞ്ഞാൽ വളരെ സ്വാതന്ത്ര്യത്തോടെ, ഞെങ്ങിഞ്ഞെരുങ്ങിയല്ല, ധാരാളമായിട്ട് നമുക്ക് ലഭിക്കേണ്ടതിന് എന്ത് ചെയ്യണം? നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം ശ്രമിപ്പീൻ. എന്ന് വെച്ചാൽ അർത്ഥം, always be in a conviction about the very purpose of God calling us and electing us. Be sure of the very purpose of our calling and election. നമ്മുടെ വിളിയുടെയും തെരഞ്ഞെടുപ്പിന്റെയും ദൈവീയ ഉദ്ദേശത്തെക്കുറിച്ച് വ്യക്തമായ ബോധ്യം വേണം. സ്തോത്രം. ഇല്ലെങ്കിൽ കർത്താവിന്റെ വരവിൽ തള്ളപ്പെടാൻ പോലും സാധ്യതയുണ്ട്. എന്നാൽ കുഞ്ഞാടിന്റെ കാന്ത തന്നെത്താൻ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കുക. നമ്മുടെയൊക്കെ കൊച്ചിലെ നമുക്ക് ഓർമ്മയുണ്ടല്ലോ,
ഇവൻ കൊച്ചിലെന്ന് വേണ്ട, ഇപ്പൊ പോലും നമ്മുടെ ഒരു മുറിയോ 2 മുറിയോ ഉള്ള ഒരു കൊച്ചു ഫ്ലാറ്റ് ഇന്ന് നമുക്ക് പലർക്കും ഉള്ളത്. ഇവിടെയൊക്കെ നാട്ടിലൊക്കെ ആണെങ്കിൽ വീടുകളുണ്ട്, അല്ലാതെയാണെങ്കിൽ നമുക്ക് കൊച്ചു ഫ്ലാറ്റുകളാ. ഇവിടെയൊക്കെ ആണെങ്കിൽ ഒരു 500 600 വല്ലതും സ്ക്വയർ ഫീറ്റ് ഉള്ള മൊത്തം വീടിന് അത്രയാണത്. അതിലൊരു മുറിയിൽ നിന്ന് മോനെ വിളിച്ചിട്ട്, മോനെ പോയിട്ട് ഇച്ചിരി വെള്ളം എടുത്തോണ്ട് വേടാ പപ്പായ്ക്കെന്ന് പറഞ്ഞ് വിട്ടാൽ, ഇവൻ ചിലപ്പം പോകുന്ന വഴിക്കായിരിക്കും, അല്ലെങ്കിൽ അടുക്കളയിൽ ചെന്നു മമ്മിയുമായിട്ടോ അല്ലെങ്കിൽ സഹോദരങ്ങളുമായിട്ടോ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ പറഞ്ഞ് ഇവൻ അവിടെ നിന്നു ഈ വിട്ട കാര്യം മറന്നുപോയി. കുറെ കഴിഞ്ഞ് ചിരിച്ച് കളിച്ച് ആള് തിരിച്ചു വരിക, ഇവിടെ അപ്പൻ വെള്ളം കുടിക്കാൻ നോക്കിയിരിക്കുക. പോയ കാര്യം, വിട്ട കാര്യം മറന്നുപോയി. സംഭവിക്കാറുണ്ടല്ലോ അങ്ങനെയൊക്കെ. ചിലപ്പോ നമ്മൾ തന്നെ പറയും, ഞാൻ എന്തോ എടുക്കാനായിരുന്നു വന്നത്, മറന്നുപോയല്ലോ. ഇന്നലെ ഒരാൾ എന്നെ ഫോൺ ചെയ്ത് ഞങ്ങൾ കുറെ നേരമൊക്കെ സംസാരിച്ചിട്ട് പറഞ്ഞു, ഞാൻ ഏതാണ്ട് ചോദിക്കാൻ വേണ്ടിയാ ഫോൺ ചെയ്തത്, മറന്നുപോയി. ഫോൺ ചെയ്തപ്പോ ഓർമ്മ ഉണ്ടായിരുന്നു, അതിനുവേണ്ടിയാ ഫോൺ ചെയ്തത്, പക്ഷെ മറന്നുപോയി. മുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നത് എന്തോ എടുക്കാനാ, എന്തിനാണെന്ന് മറന്നുപോയി. കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനാണ്? ദൈവം നമ്മെ തെരഞ്ഞെടുത്താക്കി വെച്ചിരിക്കുന്നത് എന്തിനാണ്? ആ ആത്യന്തിക ലക്ഷ്യത്തെക്കുറിച്ച് മറക്കരുത്. എപ്പോഴും ആ ബോധ്യം വേണം. സ്തോത്രം. എപ്പോഴും ആ ബോധ്യം വേണം. ഇല്ലെങ്കിൽ നമ്മൾ മറ്റു പലതിലും മുമ്പേ നമ്മൾ പറഞ്ഞതുപോലെ ഇൻഡൾജ് ആയി തീരാൻ സാധ്യത. സ്തോത്രം. എന്തിനാണ് ഞാൻ എവിടേക്കാണ് പോകുന്നത്? ആ ബോധ്യമുണ്ടെങ്കിൽ വഴിയിൽ കാണുന്ന എല്ലായിടത്തും ഞാൻ നിൽക്കത്തില്ല. വഴിയിൽ കാണുന്നത് എല്ലാം ഒന്നും ഞാൻ വാങ്ങത്തില്ല. തിരക്കിൽ ഞാനങ്ങ് പോവും, നിൽക്കില്ല. ആ ഒരു ബോധ്യം നമുക്ക് വേണം. അതാണ് പൗലോസ് എഫേസ്യർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതും. എഫേസ്യർ 1-ാമത്തെ അധ്യായത്തിൽ 17, 18, 19 അതിൽ 17ന്റെ അവസാനം പറയുന്നു, നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്ന് സകല വിശുദ്ധന്മാരോടും കൂടെ നിങ്ങൾ അറിയുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. 18 തുടക്കം കഴിഞ്ഞിട്ട് ഞാൻ 19ന്റെ അവസാനമാണ് പറഞ്ഞ കേട്ടോ, ഇടയ്ക്കുള്ളതെങ്കിൽ വിട്ടു. അപ്പോൾ കർത്താവിന്റെ വരവിനായിട്ട്, കുഞ്ഞാടിന്റെ കല്യാണത്തിനായിട്ട് കാന്ത തന്നെ താൻ ഒരുക്കുന്നതിന്റെ ഭാഗമാണ് നമ്മെ ദൈവം വിളിച്ചതും തിരഞ്ഞെടുത്തതും എന്തിനു വേണ്ടിയാണ് എന്നുള്ള തികഞ്ഞ ബോധ്യം എപ്പോഴും ഉള്ളത്. യേശു കർത്താവ് ഭൂമിയിൽ വന്നപ്പോൾ യേശു എന്തിനാണ് വന്നതെന്ന് തികഞ്ഞ ബോധ്യം ഉണ്ടായിരുന്നല്ലോ. അതുകൊണ്ടല്ലേ ക്രൂശിൽ കിടക്കുമ്പോഴും നീ ദൈവപുത്രൻ ആണെങ്കിൽ ഇറങ്ങി വാടാ എന്ന് വിളിച്ചപ്പം ഇറങ്ങി വരാതിരുന്നത്. ആ ബോധ്യം നമുക്ക് വേണം. നമുക്കറിയാമല്ലോ കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്ന അൾട്ടിമേറ്റ് പർപ്പസ്, കർത്താവ് നമ്മെ വിളിച്ചിരിക്കുന്നതിന്റെ ആത്യന്തികമായ ആശ എന്താണെന്ന്. അവന്റെ മഹത്വം പ്രാപിപ്പാൻ. സ്തോത്രം. തെസലോനിക്ക ലേഖനത്തിലെ കാര്യമാ സുജ പറഞ്ഞത്. 2 തെസലോനിക്കർ 2-ന്റെ 13-14 വാക്യങ്ങളാണ് സുജ ഇപ്പൊ പറഞ്ഞതിന്റെ സാരം.
നാം യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനായിട്ടാണ് സുവിശേഷ ഘോഷണത്താൽ ദൈവം നമ്മെ രക്ഷയ്ക്ക് വിളിച്ചത്. നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യ. റോമർ 8:29 അനുസരിച്ച്, റോമൻസ് 8:29 ആസ്പദമാക്കിക്കൊണ്ട് കർത്താവ് നമ്മെ വിളിച്ചത് എന്തിനു വേണ്ടിയാണ്? ദൈവപുത്രനായ ക്രിസ്തുവിന്റെ സ്വരൂപത്തോട് അനുരൂപപ്പെടുവാൻ. To be conformed to the image of the Son of God. പത്രോസ് പറയുന്നു, 1 പത്രോസ് 5:10, ഇന്നലെയും പറഞ്ഞു വിട്ട ഒരു വാക്യ, 1 Peter 5:10. ദൈവത്തിന്റെ നിത്യ തേജസ്സിനായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. We are called, or God called us for His eternal glory. 1 John 3:2, 1 യോഹന്നാൻ 3:2, ക്രിസ്തുവിനോട് സദൃശന്മാരാകുവാൻ, to be like him, ക്രിസ്തുവിനോട് സദൃശന്മാരാകുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു. സ്തോത്രം. അപ്പോ ദൈവം നമ്മെ വിളിച്ചതിന്റെ, തിരഞ്ഞെടുത്തതിന്റെ ആത്യന്തികമായ ലക്ഷ്യം ഇതാണ്. അത് നമ്മുടെ മുൻപിൽ കണ്ടുകൊണ്ട് വേണം ഓടുവാൻ. ഈ ലക്ഷ്യം നമ്മുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും മായരുത്. ഇതിൽ കുറഞ്ഞ ഒരു ലക്ഷ്യത്തിനായിട്ടല്ല ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഈ ഉന്നതമായ വിളിക്ക്, ഈ ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടവരാ. എപ്പോഴും നമ്മുടെ ദൃഷ്ടി അതിൽ തന്നെ ആയിരിക്കണം. ഒരൊറ്റ ബിന്ദുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ട് വേണം പോകാൻ. എങ്കിലേ നമ്മുടെ കർത്താവായ യേശുവിന്റെ നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം ധാരാളമായി പ്രാപിക്കുകയുള്ളൂ. സ്തോത്രം. വ്യക്തമാണല്ലോ. എത്ര ഉന്നതമായ വിളിക്ക് യോഗ്യരാണ് നാം. സ്തോത്രം. ഇത്ര ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി വിളിക്കപ്പെട്ടിരിക്കുമ്പോൾ വളരെ ഹീനമായ, വളരെ നീചമായ കാര്യങ്ങളിൽ നമ്മൾ ഇടപെടുകയോ അങ്ങനെയുള്ളതിൽ നമ്മൾ തൃപ്തി അടയുകയോ ഒന്നും ചെയ്യരുത്. സ്തോത്രം. ഇത്ര ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടി ദൈവം നമ്മെ വിളിച്ചിരിക്കുമ്പോൾ നമ്മള് ക്ഷണികമായ കാര്യങ്ങൾക്ക് വേണ്ടിയൊക്കെ ദൈവത്തോട് ചോദിച്ചും പറഞ്ഞും നിരാശപ്പെട്ടും ഇച്ചിരെന്തെങ്കിലും കിട്ടിയാൽ അതിലങ്ങ് ഒത്തിരി സന്തോഷിച്ചും ഒക്കെ പോകുന്നത് ലക്ഷ്യം മറക്കുന്നതിനുള്ള സാധ്യത വരുത്തുന്നതാണ്. പാടില്ല. സ്തോത്രം. വിവാഹ നിശ്ചയം കഴിഞ്ഞ ഒരു പെൺകുട്ടിക്ക് വേറെ ഒന്നും, അവൾക്ക് ലഭിക്കുന്ന വേറെ യാതൊന്നും സന്തോഷം കൊടുക്കില്ല. അവൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, മണവാളൻ. ഒറ്റ ലക്ഷ്യം. ആ ഏക ലക്ഷ്യത്തോടെ നാം ജീവിക്കണം. അതാണ് 2 കൊരിന്ത്യർ 11:2-3 പൗലോസ് പറഞ്ഞത്. ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് നിങ്ങളുടെ ഹൃദയം വഷളായി പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു. സ്തോത്രം. ചോദ്യങ്ങൾ എന്തെങ്കിലും? ഇല്ലെങ്കിൽ ഒരു കാര്യവും കൂടെ. Live a life worthy of our calling.
ആസ് വെൽ ആസ് ദ കോളർ. രണ്ടും കൂടെ ഒരുമിച്ച് എടുക്കുക. രണ്ടും വേണമെങ്കിൽ രണ്ടായിട്ട് എഴുതാം. വിളിക്ക് യോഗ്യമാമണ്ണവും, വിളിച്ച വിശുദ്ധന് യോഗ്യമാമണ്ണവും നാം നടക്കുക. Live a life worthy of our calling and also the one who called us. നമ്മെ ദൈവം വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം നടക്കുക. നമ്മെ വിളിച്ച ദൈവത്തിന് അഥവാ വിശുദ്ധന് യോഗ്യമാമണ്ണം നടക്കുക. സ്തോത്രം. എഫേസ്യർ 4:1-2 വാക്യങ്ങളാണ്. Ephesians 4:1-2. നിങ്ങളെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണം. സ്തോത്രം. ദൈവം നമ്മെ വിളിച്ചത് എന്തിനാണെന്ന് ഇപ്പൊ നമ്മൾ കണ്ടല്ലോ. ആ ഉന്നത ലക്ഷ്യത്തിന് യോഗ്യമാമണ്ണം ഒരു ജീവിതം നയിക്കുക. സ്തോത്രം. നമ്മൾ തന്നെ പല സ്ഥലത്തും പോകുമ്പോൾ ധരിക്കുന്ന വസ്ത്രം പലതരത്തിലുള്ളതല്ലേ. നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നു, അപ്പോൾ നമ്മൾ വീട്ടിൽ നിൽക്കുകയാണെങ്കിലും ധരിക്കുന്ന വസ്ത്രത്തിനും വ്യത്യാസമുണ്ടല്ലോ. അപ്പം നമ്മളെ വിളിച്ച ലക്ഷ്യവുമായി ബന്ധപ്പെട്ട വസ്ത്രധാരണമാണ് നമ്മൾ ധരിക്കാറുള്ളത്, വസ്ത്രധാരണമാണ് നമ്മൾ ചെയ്യാറുള്ളത്. ഞാൻ ഇവിടെ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ എവിടെയാണ് പോകുന്നത് എന്നതനുസരിച്ച് എനിക്ക് വസ്ത്രം തന്നാൽ മതി. ഗ്രാമങ്ങളിലൊക്കെ പോവുകയാണെങ്കിൽ നല്ല വസ്ത്രമൊന്നും വേണ്ട, അത് ചിലപ്പോൾ അവരിൽ നിന്ന് എന്നെ അകറ്റി നിർത്തും. നല്ല സൂപ്പർ വൈറ്റ് ഒക്കെ മുക്കി വെളുത്ത നല്ല തുണിയൊക്കെ ഇട്ടുകൊണ്ട് തേച്ച് മിനുക്കിയൊക്കെ അങ്ങോട്ട് ചെന്നാൽ ഇവർക്ക് നമ്മളോട് അടുക്കാൻ ഒരു ചെറിയ പ്രയാസം കാണും. അതുകൊണ്ട് വെറും സാധാരണപ്പെട്ട അവരിൽ ഒരാളെന്ന് തോന്നത്തക്ക തരത്തിലെ വസ്ത്രങ്ങൾ മതി അങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുമ്പോൾ. ഞാൻ ഞങ്ങളുടെ ചർച്ചിലെ കുഞ്ഞുങ്ങളെയൊക്കെ ഗ്രാമങ്ങളിൽ സുവിശേഷം അറിയിക്കാൻ കൊണ്ടുപോകാറുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കുഞ്ഞുങ്ങളോടും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ നല്ല തുണിയൊന്നും ഇട്ടുകൊണ്ട് വരരുത്. പൗലോസ് പറയുന്നുണ്ടല്ലോ, യഹൂദനെ നേടാൻ യഹൂദനെ പോലെ. ആ ഒരു തത്വമാണ്, അല്ല നമ്മൾ അവിടെ അഭിനയിക്കൊന്നുമല്ല. ഇവൻ ഞാൻ എൻ്റെ വസ്ത്രധാരണം നിങ്ങൾ പലരും കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, ഫോട്ടോയിലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ട്, നേരിട്ട് എന്നെ കണ്ടിട്ടില്ല. ഉത്തരേന്ത്യൻ വസ്ത്രധാരണമാണ് എനിക്ക്. അത് ഇന്നാട്ടുകാരോട് താതാത്മ്യപ്പെടുവാൻ വേണ്ടി ഞാൻ തിരഞ്ഞെടുത്തത്. അത് എവിടെ പോയാലും ഇത് തന്നെയാണ് ഞാൻ ധരിക്കുന്നത്. പറഞ്ഞു വന്നത്, നമ്മെ വിളിച്ച വിളിക്ക് യോഗ്യമാമണ്ണവും വിശുദ്ധന് യോഗ്യമാമണ്ണവും നമ്മൾ നടക്കണം. പത്രോസിന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 15 തൊട്ടുള്ള വാക്യങ്ങളിൽ പത്രോസ് പറയുന്നുണ്ട്, ലേവ്യ പുസ്തകത്തിൽ നിന്നും എടുത്തെഴുതിയ വാക്യങ്ങളാണ്. യഹൂദനോട് ഇസ്രായേലിനോട് പറഞ്ഞ കാര്യമാ, നിങ്ങളെ വിളിച്ച വിശുദ്ധന് യോഗ്യമാമണ്ണം എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. നമ്മെ ആരാണോ വിളിച്ചത് അവന്റെ യോഗ്യതയ്ക്കനുസരിച്ച് നമ്മിലും
യോഗ്യതകൾ വേണം. നമ്മെ വിളിച്ചത് വിശുദ്ധനാണ്, അല്ല പരിശുദ്ധനാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതവും വിശുദ്ധമാകണം. സ്തോത്രം. വിശുദ്ധമാകണം. എപ്പോഴും ഞാൻ പ്രസംഗിക്കുന്ന, ഞാൻ വിശ്വസിക്കുന്ന സുവിശേഷത്തിന് യോജ്യമാണോ എൻ്റെ ജീവിതം? ഹിന്ദിയിൽ ഞങ്ങളിവിടെ പറയാറുള്ള ഒരു പ്രയോഗം ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട് നേരത്തെ. ചില കാര്യങ്ങളിൽ പറയും, ആപ്കോ ശോഭ നഹി ദേത്താ ഹൈ, ആപ്കോ ശോഭ നഹി ദേത്താ. നിങ്ങൾക്ക് ഇത് പറ്റിയതല്ല, നിങ്ങൾക്കിത് പറ്റിയതല്ല. എനിക്ക് ഓർമ്മയുണ്ട്, കുറെ വർഷങ്ങൾക്ക് മുമ്പ്, എനിക്ക് ഓർഡിനേഷനൊക്കെ ലഭിക്കുന്നതിന് മുമ്പത്തെ കാര്യമാണ്. ഞങ്ങളുടെ പാസ്റ്റേഴ്സ് ജനറൽ ബോഡി നടന്നുകൊണ്ടിരിക്കുക. ഒരു ഔദ്യോഗിക സ്ഥാനത്തേക്കുള്ള ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് മത്സരിക്കാനൊന്നും യോഗ്യതയില്ലാത്ത കാല. അപ്പൊ എന്റെ തൊട്ട് മുമ്പിൽ ഒരു ദൈവദാസൻ ഇരിക്കുന്നു. എന്റെ കൂടെ ഇരുന്ന ആള് പറഞ്ഞു, ഇദ്ദേഹം ഇതിന് പറ്റിയ ആളാ. ഞാൻ ചിന്തിച്ചപ്പം ശരിയാ, നല്ലൊരു ദൈവദാസനാണ്. അദ്ദേഹത്തെ നമുക്കൊന്ന് നോമിനേറ്റ് ചെയ്താലോ? ഞാൻ പറഞ്ഞു, നമുക്ക് ചെയ്യാം. ഞാൻ എഴുന്നേറ്റ് അദ്ദേഹത്തിന്റെ പേര് പറഞ്ഞു. എന്നോട് അഭിപ്രായം പറഞ്ഞ ആൾ അദ്ദേഹത്തെ സെക്കൻഡും ചെയ്തു. ഇതാണ് ഞങ്ങളുടെ അവിടുത്തെ രീതി. ഒരാളെ നോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഒരാള് പേര് പറയണം, മറ്റൊരാള് അതിനെ പിന്താങ്ങണം. ഞാൻ ആ ദേവദാസന്റെ പേര് പറഞ്ഞു, എന്റെ കൂടെയുള്ള ആള് പിന്താങ്ങി. ഇപ്പൊ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. നേരത്തെ ഇലക്ഷന് നിന്നവരുടെ ഒന്നും ഞാൻ ചിന്തിച്ചുകൊണ്ടല്ല, ഇദ്ദേഹത്തോടുള്ള ഒരു താല്പര്യം, ഇദ്ദേഹം കയറിയാൽ സുവിശേഷ വേലയ്ക്കൊക്കെ നല്ലതായിരിക്കും എന്നൊക്കെ ഉള്ളത് ആ താല്പര്യം കൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഏതായാലും ഇദ്ദേഹം ജയിച്ചു ഒന്നുമില്ല, പോയി. വോട്ട് കിട്ടിയില്ല, പോയി, തോറ്റുപോയി. കുറേയേറെ നാളുകൾ കഴിഞ്ഞതിന് ശേഷം, എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷം കഴിഞ്ഞ് കാണും, എന്നെ ഒരു സ്ഥലത്ത് ശുശ്രൂഷിക്കാൻ വിളിച്ചു. ഞാൻ പോയി. പ്രസംഗമൊക്കെ കഴിഞ്ഞിട്ട് അവിടുത്തെ പാസ്റ്ററുടെ വീട്ടിൽ ഉച്ചയൂണിന് ചെന്നു. ഞങ്ങൾ ഊണൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഫ്രൂട്ട്സ് ഏതാണ്ട് തന്ന് കഴിച്ചുകൊണ്ടിരിക്കുമ്പം എന്നോട് അവിടുത്തെ പാസ്റ്റർ പറഞ്ഞു, എന്നാലും പാസ്റ്ററെ, അന്ന് ഇന്നയാളിന്റെ പേര് പാസ്റ്റർ പറഞ്ഞത് ശരിയായില്ല. അപ്പൊ എന്നോട് ഇപ്പോൾ എന്നെ ക്ഷണിച്ച് ഊണ് തന്ന ഈ പാസ്റ്ററും മറ്റേ ആ പോസ്റ്റിന് വേണ്ടി നോമിനേറ്റ് ചെയ്യപ്പെട്ട് മത്സരിച്ചയാളാ. ഇവർ രണ്ടുപേരും തോറ്റുപോയി സത്യത്തിൽ. അപ്പൊ എന്നോട് പറഞ്ഞു, നിങ്ങളിൽ നിന്ന് ഇത് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല, നിങ്ങൾ ഒരാളിനെ നോമിനേറ്റ് ചെയ്യുമെന്ന്. ഞാൻ എത്ര ആലോചിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, അതും പൊളിറ്റിക്സിന്റെ ഭാഗമാണ്. അയ്യോ, ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം പറഞ്ഞ കാര്യം കുറെ വർഷങ്ങളായെങ്കിലും ഇങ്ങനെ എക്കോ ചെയ്യാറുണ്ട്, പ്രതിധ്വനിക്കാറുണ്ട് എൻ്റെ മനസ്സിൽ. നമ്മൾ ദൈവത്തോട് അടുക്കും തോറും, നമ്മൾ ദൈവത്തിന്റെ വിളി കേട്ട് ഇറങ്ങുമ്പോൾ, നമ്മിൽ നിന്ന് മനുഷ്യർക്ക് പോലും ഇങ്ങനെയുള്ള പ്രതീക്ഷകൾ ഉണ്ടെങ്കിൽ ദൈവത്തിന് നമ്മിൽ നിന്ന് എത്ര വലിയ പ്രതീക്ഷയായിരിക്കും ഉള്ളത്. ആ പ്രതീക്ഷകൾക്കൊത്ത് നമ്മൾ ഉയരണം. വേറെ ആരുടെ പ്രതീക്ഷയും നാം നിറവേറ്റിയില്ലെങ്കിലും നമ്മെ വിളിച്ച ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്രതീക്ഷ. ആ പ്രതീക്ഷ ഈ ഭൂമിയിലെ ജീവിത നിലവാരത്തിൽ തന്നെ നമുക്ക് വെളിപ്പെടുത്താനായിട്ടുമുണ്ട്. അത്
നമ്മെ വിളിച്ച വിളിക്കും നമ്മെ വിളിച്ച ദൈവത്തിനും അനുയോജ്യമായ ഒരു ജീവിതം നയിക്കുക എന്നുള്ളതാണ്. നമ്മെ വിളിച്ച ദൈവത്തിന് യോജ്യമല്ലാത്ത ജീവിത നിലവാരത്തിലേക്ക് നമ്മൾ താണുപോകരുത്. അതാണ് ഇത്. Live a life worthy of our calling as well as the one who called us. Caller. സ്തോത്രം. ചില കാര്യങ്ങൾ കൂടെ നമുക്ക് ആ വിഷയത്തിൽ പഠിക്കാനായിട്ടുണ്ട്. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ അത് നമുക്ക് തിങ്കളാഴ്ച പഠിക്കാം. നാം ഈ കേട്ട തിരുവെഴുത്തുകളെ, ദൈവവചന ഭാഗങ്ങളെ വ്യാഖ്യാനിക്കുകയായിരുന്നില്ല, നമ്മളൊന്ന് പറഞ്ഞു പോവുക മാത്രമാണ് ചെയ്യുന്നത്. നമ്മുടെ ജീവിതവുമായിട്ടൊന്ന് തട്ടിച്ചു നോക്കി ജീവിതത്തിൽ വരുത്തേണ്ട മാറ്റങ്ങളെ വരുത്തി കുഞ്ഞാടിന്റെ കല്യാണത്തിനായി നമുക്ക് കാന്തയായി നമ്മെ തന്നെ ഒരുക്കാം. നമ്മുടെ കർത്താവ് വരുന്നു, താമസിക്കുകയുമില്ല. ഇനിയും എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും, താമസിക്കുകയുമില്ല. ആകയാൽ നമുക്ക് ആ കർത്താവിന്റെ വരവിനായി നമ്മെ വിളിച്ച തിരഞ്ഞെടുത്ത ലക്ഷ്യത്തെ, ആത്യന്തികമായിട്ടുള്ള ഉദ്ദേശത്തെ മനസ്സിലാക്കി അതിനനുസൃതമായി ജീവിതം നയിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.